യേശു നിന്നെ വിളിക്കുന്നു, യേശു നിന്നെ വിളിക്കുന്നു. കാൽവരിയിൽ ഉയിർത്തന്നവനാം യേശു നിന്നെ വിളിക്കുന്നു. കാൽവരിയിൽ ഉയിർത്തന്നവനാം യേശു നിന്നെ വിളിക്കുന്നു. മർത്യജീവിതം ക്ഷണികം, മൃത്യു വന്നിടും ഒരു നാൾ. മർത്യജീവിതം ക്ഷണികം, മൃത്യു വന്നിടും ഒരു നാൾ. മറക്കാതെ നിന്നോട് ആത്മരക്ഷ മുന്നമേ നീ പ്രാപിക്കുവാൻ. മറക്കാതെ നിന്നോട് ആത്മരക്ഷ മുന്നമേ നീ പ്രാപിക്കുവാൻ. യേശു നിന്നെ വിളിക്കുന്നു, യേശു നിന്നെ വിളിക്കുന്നു. കാൽവരിയിൽ ഉയിർത്തന്നവനാം യേശു നിന്നെ വിളിക്കുന്നു. കാൽവരിയിൽ ഉയിർത്തന്നവനാം യേശു നിന്നെ വിളിക്കുന്നു. പാപത്തിൻ്റെ ഭാരത്തിനാൽ പാരം കേണു വലഞ്ഞിടുമോ? പാപത്തിൻ്റെ ഭാരത്തിനാൽ പാരം കേണു വലഞ്ഞിടുമോ? പരനേശുവിൽ നിന്റെ പാപത്തിൻ്റെ പരിഹാരം കണ്ടിടുവാൻ. പരനേശുവിൽ നിന്റെ പാപത്തിൻ്റെ പരിഹാരം കണ്ടിടുവാൻ. യേശു നിന്നെ വിളിക്കുന്നു, യേശു നിന്നെ വിളിക്കുന്നു. കാൽവരിയിൽ ഉയിർത്തന്നവനാം യേശു നിന്നെ വിളിക്കുന്നു. കാൽവരിയിൽ ഉയിർത്തന്നവനാം യേശു നിന്നെ വിളിക്കുന്നു. ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ആഹ്വാനം ചെയ്യുന്നുതവിക്കെത്തുക നാഥ, കലഹിപ്പിക്കുന്നുലകത്തെ ദുഷ്ടൻ വഞ്ചനയാൽ. ഭിന്നത നൃപവിധികർത്താക്കളിലവനുളവാക്കി, ധാർമ്മികരെയും വീഴിപ്പൻ വഴി നോക്കിയിടുന്നു. കർത്താവേ, നിൻ കരുണയിലെന്നെ സങ്കേതം ഞങ്ങൾക്കെങ്ങുള്ളൂ. ദുഷ്ടനെ ഞങ്ങളിൽ നിന്നോടിക്കുക നിൻ സ്നേഹായ. കർത്താവേ, നിൻ കരുണയിലെന്നെ സങ്കേതം ഞങ്ങൾക്കെങ്ങുള്ളൂ. ദുഷ്ടനെ ഞങ്ങളിൽ നിന്നോടിക്കുക നിൻ സ്ലീബായാൽ. ദുഷ്ടൻ നമ്മുടെ പാപം മൂലം നമ്മെ വേട്ടയാടുന്നു. ബി ഷുവർ യുവർ സിൻ വിൽ ഫൈൻഡ് യു ഔട്ട്. നിശ്ചയമായും പാപം നിന്നെ കണ്ടെത്തും. ആസ് യു സോ യു റീപ്പ്. നിൻ്റെ പാപത്തിൻ്റെ ഫലം നീ അനുഭവിക്കും. നീ വിതയ്ക്കുന്നത് തന്നെ നീ കൊയ്യും. വിതച്ചാൽ അതിലേറെ കൊയ്യും, വിതച്ചാൽ പല നാളുകൾക്ക് ശേഷം കൊയ്യും. എൻ്റെ ദൈവമായ യഹോവേ, ഞാൻ നിന്നെ ശരണം പ്രാപിക്കുന്നു. എന്നെ വേട്ടയാടുന്ന എല്ലാവരുടെയും കയ്യിൽ നിന്ന്
എന്നെ രക്ഷിച്ച് വിടുവിക്കണമേ, പാപം വേട്ടയാടുന്നു. ഞാൻ മനോഹരമായൊരു കഥ കേട്ടിട്ടുണ്ട്. ലളിതമാണത്. ഒരുപക്ഷെ ഒരു പൊട്ടക്കഥ പോലെ നിങ്ങൾക്ക് തോന്നാം. കാരണം ഈ അല്പം വിദ്യാഭ്യാസമുള്ളവർക്കും മറ്റും ഈ കഥ ഒരു പഴഞ്ചൻ കഥയല്ലേ എന്ന് തോന്നാം. കഥയാണ്. കഥയായതുകൊണ്ട് തന്നെ അത് നടന്നതായിരിക്കണമെന്നുമില്ല. പക്ഷേ ചില സത്യങ്ങൾ പഠിക്കാൻ നല്ലതാണെന്ന് മാത്രം. ഒരു നല്ല വീട്, നല്ല വീട് ഞാൻ പറഞ്ഞത് വളരെ വലിയ ഭംഗിയുള്ള, പുറമേ നല്ല ആഡംബര പ്രൗഢിയുള്ള വീടെന്നുള്ള അർത്ഥത്തിലൊന്നുമല്ല. പ്രാർത്ഥനയുള്ള വീട്, വീട്ടിൽ ഉള്ളവരെല്ലാം പരസ്പരം സ്നേഹവും ഐക്യവുമുള്ള വീട്, അതല്ലേ നല്ലത്. നമ്മുടെയൊക്കെ വീടുകൾ അങ്ങനെ ആകേണ്ടതാണ്. നമ്മുടെ എല്ലാവരുടെയും വീടുകൾ, ഭാര്യയും ഭർത്താവും ഐക്യം, മാതാപിതാക്കളും മക്കളും ഐക്യം, സഹോദരങ്ങൾ പരസ്പരം ഐക്യം, ഇതെല്ലാം സ്വപ്നം കണ്ടാൽ മതിയോ? നമ്മുടെ ജീവിതത്തിൽ വേണ്ടേ ആ നല്ല വീട്? അപ്പനുണ്ട്, അമ്മയുണ്ട്, മക്കളുണ്ട്, 4 മക്കൾ. മൂത്ത മക്കൾ 2 പേരും ആൺകുട്ടികളാണ്, മൂന്നാമത്തേത് ഒരു പെൺകുട്ടിയാണ്, 4-മത്തേത് ഒരു ആൺകുട്ടിയാണ്. ഈ വീട് പ്രാർത്ഥനയുള്ള വീടാണ്. ബൈബിൾ വായിക്കും. അമ്മ കുട്ടികൾക്ക് വേദവാക്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയും ചെയ്യും. വേദവാക്യങ്ങൾ അവരെ കൊണ്ട് കാണാതെ പറയിപ്പിക്കും. നല്ല ഭക്തിയുള്ള ഒരു സ്ത്രീ. ഭർത്താവും അതെ. ഈ കുഞ്ഞുങ്ങളും അപ്പൻ്റെ അമ്മയുടെ അനുസരണത്തിൽ തന്നെയാണ്. അതൊക്കെ എന്തൊരു ഐശ്വര്യമാണല്ലേ. അപ്പൻ്റെ അമ്മയുടെ അനുസരണത്തിൽ മക്കൾ, എന്തൊരു ഐശ്വര്യമാണത്, ഭാഗ്യമാണ്. അങ്ങനെയുള്ള കുടുംബങ്ങൾ തന്നെ എന്തൊരു അനുഗ്രഹമാണ് നാടിന്. ആ കുടുംബത്തിൽ എന്തൊരു ഐശ്വര്യമാണ്, എന്തൊരു സമാധാനമാണ്, എന്തൊരു ശാന്തിയാണ്. ഇതെല്ലാം കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ വാസ്തവത്തിൽ ഒരു ചെറിയ കൊതി ഊറി വരും. എൻ്റെ ദൈവമേ, എൻ്റെ വീട് അങ്ങനെ ഒന്നായിരുന്നെങ്കിൽ, എല്ലാവരും തമ്മിൽ ഐക്യവും, വൺനെസ് ആൻഡ് ഹാർമണി ഇൻ മൈ ഹോം ലൈഫ്. എൻ്റെ വീട്ടിൽ വൺനെസ് ആൻഡ് ഹാർമണി, ആ ഒരു മനസ്സ് കിട്ടിയിരുന്നെങ്കിൽ. അനേകം കുടുംബങ്ങൾ അങ്ങനെയല്ല. ഭാര്യയും ഭർത്താവും തമ്മിൽ വഴക്ക്, ഇഷ്ടക്കേട്, മുഷിച്ചിൽ, അഭിപ്രായ വൈവിധ്യം, മാതാപിതാക്കളും മക്കൾ തമ്മിൽ ഇഷ്ടക്കുറവ്, അപ്പൻ യോഗത്തിന് പോരുമ്പോൾ അല്ലെങ്കിൽ അമ്മ യോഗത്തിന് പോരുമ്പോൾ മക്കൾ വഴക്കടിക്കുക, പിണങ്ങുക, അല്ല അമ്മ പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ മക്കൾ സിനിമാ പാട്ട് വെച്ച് കേൾപ്പിക്കുക ഉണ്ടല്ലോ. എല്ലാം കേടുകളാണ്, കെടുതികളാണ്, നഷ്ടമാണ്, അപകടവുമാണ്, നാശവുമാണ്. ഈ വീട് അങ്ങനെയല്ല, അനുഗ്രഹിക്കപ്പെട്ടൊരു വീട്. ഈ വീട്ടിൽ ഒരു ദിവസം അമ്മ വിചാരിച്ചു ഈ കുഞ്ഞുങ്ങളെ ഒരു നല്ല പാഠം പഠിപ്പിക്കണമെന്ന്. കുഞ്ഞുങ്ങൾ 4 പേരെയും വിളിച്ചു. മക്കളെ, നിങ്ങൾക്ക് ഞാനൊരു സമ്മാനം തരാൻ ഉദ്ദേശിക്കുന്നുണ്ട്. എന്തിനാ അമ്മേ? ഒരു ടെസ്റ്റ് തരാം, ടെസ്റ്റ് ജയിക്കണം. എന്താ ടെസ്റ്റ്? ടെസ്റ്റ് ജയിക്കുന്നയാൾക്ക് സമ്മാനം, നല്ല സമ്മാനം തരാം. എന്താ ടെസ്റ്റ്? എന്താ? അതേ, ഞാൻ നിങ്ങൾക്ക് 4 പേർക്ക് ഓരോ നെയ്യപ്പം തരും. ഈ നെയ്യപ്പം കൊണ്ടുപോയി നിങ്ങൾ തിന്നണം. അതിനെ വിഷമം, നെയ്യപ്പം കൊണ്ടുപോയി തിന്നേണ്ട കാര്യമുണ്ടോ? ഇവിടെ നിന്ന് തിന്നരുതോ? അല്ല മക്കളെ, അങ്ങനെയല്ല. നിങ്ങൾ കൊണ്ടുപോയി തിന്നണം. എവിടെ വേണമെങ്കിലും പോയിരിക്കാം. ഉടയമ്പുരം കാണാതെ തിന്നണം. ദൈവം കാണാതെ തിന്നിട്ട് വരണം. അത്രയേ ഉള്ളൂ. ദൈവം കാണാതെ തിന്നിട്ട് വന്നാൽ നിങ്ങൾക്ക് സമ്മാനം. പിള്ളേർ 4 പാട് കൂടി അപ്പവുമായിട്ട്. കുറേ കഴിഞ്ഞപ്പോൾ മൂത്ത മോൻ വരുന്നു. അമ്മേ, ഞാൻ തിന്നു കേട്ടോ. മോൻ എവിടെ വെച്ചാണ് തിന്നത്? അതെ അമ്മേ, ഞാൻ നമ്മുടെ ആ പറമ്പിൻ്റെ അങ്ങ് ആ മൂലയ്ക്കൽ അവിടെ ഒരു മാവ് നിൽപ്പില്ലേ, ചുറ്റുപടി ഇലകളും കൊമ്പുകളൊക്കെ ഉള്ള മാവ്. ഞാൻ അതിൻ്റെ മുകളിൽ കയറി അതിൻ്റെ മറവിൽ ഒളിച്ചിരുന്ന് ആ ഇലകളുടെയും കൊമ്പുകളുടെയൊക്കെ ഇടയ്ക്ക് ഒളിച്ചിരുന്ന് തിന്നു. ഞാൻ ഇറങ്ങിപ്പോന്നു. എൻ്റെ മോനെ, നീ ഓർക്കുന്നില്ലേ സക്കായി അത്തിമരത്തിൻ്റെ മുകളിൽ ഒളിച്ചിരുന്നപ്പോൾ നമ്മുടെ കർത്താവ് കണ്ടു എന്ന്? അവനിതുപോലെ ഇലകളും ഇലച്ചിലുകളും കൊമ്പുകളും ഉള്ള അത്തിമരത്തിൻ്റെ മറവിലിരുന്നപ്പോൾ കർത്താവ് കണ്ടില്ലേ? നീ തോറ്റുപോയി, നിനക്ക് സമ്മാനമില്ല. രണ്ടാമൻ വന്നു. അമ്മേ, ഞാൻ അപ്പം തിന്നു കേട്ടോ. ദൈവം കാണാതെയാണോ മോനെ തിന്നത്? ആണ്, ദൈവം കാണാതെ. ആട്ടെ, നീ എവിടെ വെച്ചാണ് തിന്നത്? ഞാൻ നമ്മുടെ കുളിക്കുന്ന കുളത്തിലേക്ക് അങ്ങ് ചാടി. കുളത്തിൽ ചാടി വെള്ളത്തിൽ മുങ്ങിക്കിടന്നുകൊണ്ട് അപ്പം തിന്നു, എന്നിട്ട് പൊങ്ങി വന്നു. എൻ്റെ മോനെ, നീ ഓർക്കുന്നില്ലേ യോനാ പ്രവാചകൻ വെള്ളത്തിൻ്റെ അടിയിലേക്ക് കപ്പലിൽ നിന്നെടുത്ത് എറിഞ്ഞപ്പോൾ കപ്പലിൻ്റെ അടിയിൽ യോനായുടെ പ്രാർത്ഥന ദൈവം കേട്ടു, ദൈവം യോനായെ കണ്ടു. മാത്രമല്ല, അങ്ങ് വെള്ളത്തിൻ്റെ അടിയിലേക്ക് പോയി കഴിഞ്ഞപ്പോൾ അവിടെയും ദൈവം യോനായെ കണ്ടു. അതുമല്ല, മത്സ്യത്തിൻ്റെ വയറ്റിൽ ചെന്നപ്പോൾ അവിടെയും യോനായുടെ പ്രാർത്ഥന കേട്ടു, യോനായെ ദൈവം കണ്ടു. സ്വർഗത്തിലെ ദൈവത്തെ മറയ്ക്കാൻ പറ്റിയില്ലല്ലോ, ദൈവം കണ്ടല്ലോ. നീയും മാറി നിൽക്ക്. അവനും മാറി. മോള് അവൾ വന്നു. അമ്മേ, ഞാൻ അപ്പം തിന്നു കേട്ടോ. എൻ്റെ മോളെ, നീ എവിടെ വെച്ചാണ് തിന്നത്? ദൈവം കാണാതെയാണോ? അതെ, ദൈവം കാണാതെയാണ് തിന്നത്. എവിടെ വെച്ചാണ് തിന്നത്? ഞാനേ നമ്മുടെ പുരയ്ക്കകത്ത് കയറി. നമ്മുടെ അറമുറിയില്ലേ, നിലവറ, ഞാൻ നിലവറയ്ക്കകത്തേക്ക് അങ്ങ് ഇറങ്ങി. കുറ്റിയിരുട്ട്. ഈ പഴയ തറവാടുകളിൽ അറയുണ്ട്. ആ അറയുടെ അങ്ങ് അകത്തേക്ക് ഇറങ്ങിയിട്ട് ഭയങ്കര കൂരിരുട്ടാണ്. ആ ഇരുട്ടത്തിരുന്ന് ഞാൻ അപ്പം തിന്നിട്ട് ഞാൻ കയറിപ്പോന്നു. മോളെ, ഓർക്കുന്നില്ലേ, ഞാൻ കഴിഞ്ഞ സമയത്തല്ലേ നിങ്ങൾക്കൊരു വാക്യം പറഞ്ഞു തന്നിരുന്നു, നിലവറയ്ക്കകത്ത് പറഞ്ഞത് പുരമുകളിൽ ഘോഷിക്കുമെന്ന്.
നിലവറയ്ക്കകത്ത് പറഞ്ഞത് പുരമുകളിൽ ഘോഷിക്കും. മോളെ, ഈ കർത്താവ് കണ്ടല്ലോ. തിരുവചനം അങ്ങനെയല്ലേ പറയുന്നത്? ഇങ്ങനെ ഇരിക്കുമ്പോഴുണ്ട് ഈ ഇളയ മോനുണ്ടല്ലോ, ഏറ്റവും കൊച്ചുമോൻ, അവനിങ്ങനെ പമ്മി വരികയാണ്. അവനൊരു ഉത്സാഹമില്ല, ഏതാണ്ട് മുഖം വാടി തളർന്ന് മ്ലാനായിട്ടാണ് വരവ്. വളരെ പയ്യെ വരുന്നു. മോനെ, എന്താ നിൻ്റെ മുഖത്തൊരു ക്ഷീണം? എനിക്ക് സമ്മാനം വേണ്ട. അതെന്താ? ഞാൻ അപ്പം തിന്നില്ല. അതെന്താ? ഞാൻ എവിടെ പോയിരുന്നാലും ദൈവം എന്നെ കാണുന്നു എന്നൊരു ചിന്തയാണ് എനിക്ക്. എവിടെ പോയി ഒളിച്ചിരുന്നാലും ദൈവം എന്നെ കാണുന്നു. എവിടെ മറിഞ്ഞിരുന്നാലും ദൈവം എന്നെ കാണുന്നു എൻ്റെ ചിന്ത. എനിക്ക് തിന്നാൻ പറ്റിയില്ല. അമ്മ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞു തന്ന് ഓർക്കുന്നുണ്ടോ? ദൈവമേ നീ എന്നെ കാണുന്നു എന്ന് ഉൽപ്പത്തി പുസ്തകത്തിലൊരു വാക്യം ഓർക്കുന്നുണ്ടോ? ആ വാക്യം എൻ്റെ മനസ്സിൽ വരിക. ദൈവമേ നീ എന്നെ കാണുന്നു. അമ്മ വേറൊരു വാക്യം എനിക്ക് പറഞ്ഞു തന്ന് ഓർക്കുന്നുണ്ടോ? എന്നെ കാണുന്നവനെ ഞാൻ ഇവിടെയും കണ്ടുവോ. അയ്യോ, ഈ വാക്യങ്ങളൊക്കെ എൻ്റെ മനസ്സിലേക്ക് വന്നപ്പോൾ ദൈവത്തിൻ്റെ വചനം വള്ളിയും പുള്ളിയും മാറാത്തതല്ലേ, അതുകൊണ്ട് എനിക്ക് തിന്നാൻ പറ്റിയില്ല. അതാണ്ട് അപ്പം അമ്മ പിടിച്ചോ, എനിക്ക് സമ്മാനവും വേണ്ട. അമ്മ അവനെ വാരിയെടുത്തു, അവൻ്റെ നെറുകയിൽ ഉമ്മ വെച്ചു, അവനെ ചേർത്തണച്ചു. അമ്മ പറഞ്ഞു, മോനെ നിനക്കാ സമ്മാനം, നീയാ ജയിച്ചത്. എൻ്റെ മോനെ, ഈ സത്യം നിങ്ങളെ പഠിപ്പിക്കാനാണ്. പിള്ളേർ 4 പേരെ അമ്മ വിളിച്ചു, 4 പേരെയും ചേർത്തിരുത്തി അമ്മ ഈ വാക്യം പറഞ്ഞ് കേൾപ്പിച്ചു, ദൈവമേ നീ എന്നെ കാണുന്നു. പ്രിയപ്പെട്ടവരെ, ഇതൊരു പഴഞ്ചൻ കഥയായിരിക്കും. ഈ കഥയ്ക്ക് വലിയ ശാസ്ത്രീയമായ മൂല്യങ്ങളോ അതല്ലെങ്കിൽ ഏതെങ്കിലും വലിയ ഗരിമയുടെ ഗാംഭീര്യമോ ഒന്നും കണ്ടുവന്ന് വരികയില്ല. പക്ഷേ ഒരു സത്യമുണ്ട്, ദൈവം നമ്മെ കാണുന്നു. ഉടയമ്പുരാനെ മറയ്ക്കാൻ നോക്കരുത്. ദൈവത്തെ മറയ്ക്കാൻ സാധ്യമല്ല. രഹസ്യമായി പലതും ചെയ്യുന്നവരില്ലേ, രഹസ്യമായി പാപം ചെയ്യുന്നവരില്ലേ, രഹസ്യമായി വഞ്ചന നടത്തുന്നവരില്ലേ, രഹസ്യമായി കള്ളത്തരം ചെയ്യുന്നവരില്ലേ, രഹസ്യമായി സൂത്രങ്ങൾ പ്രയോഗിക്കുന്നവരില്ലേ, രഹസ്യമായി ഗൂഢാലോചനകൾ നടത്തുന്നവരില്ലേ, രഹസ്യമായി ഉപായങ്ങൾ സങ്കല്പിക്കുന്നവരില്ലേ, രഹസ്യമായി വൃത്തികേടുകൾ ചെയ്യുന്നവരില്ലേ. എന്തെല്ലാം കള്ളക്കേസുകൾ, അഴിമതികൾ, കൈക്കൂലികൾ, വൃത്തികേടുകൾ. പ്രിയപ്പെട്ടവരെ, പുറത്തു പറയാൻ അറയ്ക്കുന്നതായ കാര്യങ്ങൾ പോലും രഹസ്യമായി ചെയ്തുകൊണ്ട് മിടുക്കന്മാരായി നടക്കുന്ന ആളുകളില്ലേ, മാന്യന്മാർ ചമഞ്ഞ് നടക്കുന്ന ആളുകളില്ലേ. പക്ഷേ ദൈവത്തെ മറയ്ക്കാൻ സാധ്യമല്ല. ബി ഷുവർ യുവർ സിൻ വിൽ ഫൈൻഡ് യു ഔട്ട്. നിശ്ചയമായും നിൻ്റെ പാപം നിന്നെ കണ്ടെത്തും. ആസ് യു സോ യു റീപ്പ്. നീ വിതയ്ക്കുന്നത് നീ കൊയ്യും. വിതച്ചാൽ അത് തന്നെ കൊയ്യും, വിതച്ചാൽ അതിലേറെ കൊയ്യും, വിതച്ചാൽ പല നാളുകൾക്ക് ശേഷം കൊയ്യും. എൻ്റെ ദൈവമായ യഹോവേ, ഞാൻ നിന്നെ ശരണം പ്രാപിക്കുന്നു. എന്നെ വേട്ടയാടുന്ന എല്ലാവരുടെയും കയ്യിൽ നിന്ന് എന്നെ രക്ഷിച്ച് വിടുവിക്കണമേ. സഹോദരീ സഹോദരങ്ങളെ, നിങ്ങൾ ദയവായി ഒന്ന് ചിന്തിക്കൂ. നിങ്ങളുടെ ജീവിതത്തിൽ പാപം നിങ്ങളെ വേട്ടയാടുന്ന അനുഭവം നിങ്ങൾക്കുണ്ടോ? പാപം നിങ്ങളെ കണ്ടെത്തുവാൻ നിങ്ങളുടെ പിന്നാലെ പതിയിരിക്കുന്നുണ്ടോ എന്ന് നിങ്ങൾ അറിയുന്നുണ്ടോ? പാപത്തിൻ്റെ കാരണക്കാരനായ പിശാച് നിങ്ങളെ അപകടത്തിൽ വീഴിക്കുവാൻ, നിത്യ അന്ധകാരത്തിലേക്ക് തള്ളിയിടുവാൻ, നിത്യ നരക തീപ്പൊയ്യയിലേക്ക് നിങ്ങളെ നശിപ്പിച്ച് കളയുവാനായി അവൻ കെണികൾ ഒരുക്കുന്നതെന്ന് നിങ്ങൾ അറിയുന്നുണ്ടോ? പാപത്തിൻ്റെ ഭീകരമായ ഭയാനകമായ ആക്രമണത്തിൽ ദൈവജനമേ, നിങ്ങൾ ജീവിതമാകെ വലഞ്ഞുലഞ്ഞ് തകർന്നു പോകുവാൻ ഇടവരുമെന്നുള്ള മഹാസത്യം നിങ്ങൾ അറിയുന്നുണ്ടോ? പാപം നിങ്ങളെ പിടികൂടുന്നതിന് മുൻപ്, പാപം നിങ്ങളെ വേട്ടയാടി പിടികൂടുന്നതിന് മുൻപ് അതിവേഗം പാപത്തെ കണ്ടെത്തിക്കൊള്ളൂ, പാപത്തെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ചുകൊള്ളൂ. വേദപുസ്തകം പറയുന്ന ചില വ്യക്തമായ കാര്യങ്ങളുണ്ട്. ഈ ബൈബിൾ പറയുന്നത് ലംഘനങ്ങളെ മറച്ചു വയ്ക്കുന്നതിന് ശുഭം വരികയില്ല എന്നാണ്. സദൃശവാക്യങ്ങളുടെ പുസ്തകം 28-ാം അധ്യായം 13-ാം വാക്യം അങ്ങനെയാണ് വായിക്കുന്നത്, ലംഘനങ്ങളെ മറച്ചു വയ്ക്കുന്നവന് ശുഭം വരികയില്ല, അവയെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നവനോ കരുണ ലഭിക്കും. ആർക്കാണ് കരുണ ലഭിക്കുന്നത്? ഏറ്റുപറഞ്ഞാൽ പോരാ, ഉപേക്ഷിക്കണം. ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കണം. പക്ഷേ അതിനൊരു വ്യവസ്ഥയുണ്ട്. ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുവാനുള്ളൊരു വ്യവസ്ഥയുണ്ട്. ദാവീദ് ഏറ്റുപറയുമ്പോൾ ദാവീദ് ആ വ്യവസ്ഥ കണ്ടെത്തി. ദൈവമേ, തകർന്നു നുറുങ്ങിയതുമായ ഹൃദയത്തെ എൻ്റെ ദൈവമേ നീ നിരസിക്കുന്നില്ലല്ലോ. ഏറ്റുപറഞ്ഞാൽ പോരാ, ഉപേക്ഷിച്ചാൽ പോരാ, മേലിൽ ആവർത്തിക്കുകയിലും തീരുമാനിച്ചാൽ പോരാ. തകർന്ന ഹൃദയത്തോടെ, അനുതാപമുള്ള ഹൃദയത്തോടെ, മനസ്താപമുള്ള ഹൃദയത്തോടെ, അയ്യോ തെറ്റുപറ്റിപ്പോയി എന്ന മനോഭാവത്തോടെ വിനയപൂർവ്വം അനുതപിക്കുകയും പശ്ചാത്തപിക്കുകയും ചെയ്ത് ഏറ്റുപറയണം. ഏറ്റുപറയുന്നതിന് പിന്നെയും ഉണ്ട് വ്യവസ്ഥ. എന്താണ് പറയുന്നത്? യോഹന്നാൻ്റെ 1-ാമത്തെ ലേഖനം 7-ാം വാക്യം മുതൽ വായിക്കുമ്പോൾ കാണാം, നമ്മുടെ പാപങ്ങളെ നാം ഏറ്റുപറയുന്നുവെങ്കിൽ അവൻ നമ്മോട് പാപങ്ങളെ ക്ഷമിച്ച് സകല അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിപ്പാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനുമാകുന്നു എന്ന്. നമ്മുടെ പാപങ്ങളെ നാം ഏറ്റുപറയുന്നുവെങ്കിൽ അവൻ നമ്മോട് പാപങ്ങളെ ക്ഷമിച്ച് സകല അനീതിയും പോക്കി
നമ്മെ ശുദ്ധീകരിപ്പാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനുമാകുന്നു. ഏറ്റുപറയണം, ഉപേക്ഷിക്കണം, മേലിൽ വരാതെ നോക്കണം. പോരാ, തകർന്നു നുറിയുന്ന ഹൃദയത്തോടെ ഏറ്റുപറയണം. അതും പോരാ, എങ്ങനെയാണ് ഏറ്റുപറയേണ്ടതെന്ന് പറയുന്നു. അത് യോശുവയുടെ പുസ്തകം 7-ാം അധ്യായം 19-ാം വാക്യം പറയും. യോശുവ ആഖാനോട്, മകനെ, ഇസ്രായേലിന്റെ ദൈവമായ യഹോവയ്ക്ക് മഹത്വം കൊടുത്ത് അവനോട് ഏറ്റുപറയുക. നീ എന്തു ചെയ്തു എന്ന് പറയുക, എന്നോട് മറച്ചു വയ്ക്കരുത്. ദൈവത്തോട് ഏറ്റുപറയുക, ദൈവത്തിൻ്റെ അഭിഷിക്തനോട് മറച്ചു വയ്ക്കരുത്. ദൈവത്തോട് ഏറ്റുപറയുക, ദൈവത്തിൻ്റെ വ്രതനോട് മറച്ചു വയ്ക്കരുത്. മകനെ, ഇസ്രായേലിന്റെ ദൈവമായ യഹോവയ്ക്ക് മഹത്വം കൊടുത്ത് അവനോട് ഏറ്റുപറയുക. നീ എന്തു ചെയ്തു എന്ന് പറയുക, എന്നോട് മറച്ചു വയ്ക്കരുത് എന്ന് പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, ഏറ്റുപറയുന്നതിൻ്റെ വിവിധ പടികൾ, ഏറ്റുപറയുന്നതിൻ്റെ വിവിധ പടവുകൾ, ഏറ്റുപറയുന്നതിൻ്റെ വിവിധ സ്റ്റെപ്പുകൾ, പാപം മോചിക്കപ്പെടും. അപ്പോൾ എന്ത് സംഭവിക്കുമെന്ന് യോഹന്നാൻ ശ്ലീഹ പറയും. യോഹന്നാൻ്റെ 1-ാമത്തെ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 9-ാം വാക്യം, നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുന്നുവെങ്കിൽ അവൻ നമ്മോട് പാപങ്ങളെ ക്ഷമിച്ച് സകല അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിപ്പാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനുമാകുന്നു. അതിൻ്റെ 7-ാം വാക്യത്തിൽ വീണ്ടും പറയും, അവൻ്റെ പുത്രനായ യേശുവിൻ്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. പാപക്കറകളെല്ലാം കഴുകപ്പെടും. ആരും നിരാശപ്പെടേണ്ട, ആരും തളരേണ്ട, ആരും ഭയപ്പെടേണ്ട, ആരും തളർന്ന അവസരായിരിക്കേണ്ട. അയ്യോ ഞാൻ എന്ത് ചെയ്യൂ, അയ്യോ ഞാൻ എന്ത് ചെയ്യേണ്ടു, ആരും ഭാരപ്പെടേണ്ട. 2000-ലേറെ വർഷം മുൻപ് അന്ന് സിഹിയോൻ മാളികയിൽ 120-ലേറെ ആളുകൾ കൂടി വന്നിരിക്കുകയായിരുന്നു. 120-ലേറെ ആളുകൾ, ആ ആളുകൾ കൂടി വന്നിരിക്കുകയായിരുന്നു. അന്ന് യെരൂശലേം ദേവാലയ പരിസരങ്ങളിൽ ഇതാ ആയിരക്കണക്കിന് ആളുകൾ തമ്പടിച്ചിരിക്കുകയാണ്. അത് ഒരു പെന്തിക്കോസ്തി പെരുന്നാളാണ്. ആ വലിയ പെരുന്നാൾ ദിവസം യഹൂദന് 3 വലിയ പെരുന്നാളാണുള്ളത്. ഒന്ന് പെന്തിക്കോസ്തി പെരുന്നാൾ, മറ്റൊന്ന് കൂടാര പെരുന്നാൾ, മൂന്നാമത്തേത് പെസഹ പെരുന്നാൾ. ഈ 3 പെരുന്നാളിൽ ഒന്നായ പെന്തിക്കോസ്തി പെരുന്നാൾ ദിവസം നാനാദേശങ്ങളിൽ നിന്ന് എല്ലാ യഹൂദന്മാരും വന്ന് കൂടിയിരിക്കുകയാണ്. അപ്പോഴാണ് അവിടെ അടുത്തുള്ള സിഹിയോൻ മാളികയിൽ നിന്ന് ഒരു ആരവാരം കേൾക്കുന്നു. ആദ്യം കേട്ടു തുടങ്ങിയത് ഒരു വലിയ കൊടുങ്കാറ്റിൻ്റെ ശബ്ദമാണ്. ഒരു കൊടുങ്കാറ്റടിക്കുന്നു, ചുഴലിക്കാറ്റ് വീശുന്നത് പോലെ. എന്താണ് ഈ കേൾക്കുന്നത്? അവിടെ യെരൂശലേം ദേവാലയ പരിസരത്ത് അടിച്ചുകൂടിയിരുന്ന ജനം ശ്രദ്ധിച്ചു, ഏതോ ഒരു വലിയ കാറ്റടിക്കുന്നല്ലോ, എന്തോ ഒരു കാറ്റിൻ്റെ ശബ്ദം, ഹിസ്സിങ് നോയ്സ് ഓഫ് എ സ്റ്റോം, വലിയ ചീറുന്ന ശബ്ദം, കാറ്റിൻ്റെ, കൊടുങ്കാറ്റിൻ്റെ ഭയാനകമായ ശബ്ദം. അവര് കാതോർത്തു. അപ്പോഴിതാ വലിയ ആരവാരം, എന്തെല്ലാമോ ശബ്ദം, വലിയ ആഘോഷത്തിമിർപ്പ്. ഇതെന്താണ്? ആളുകൾ ഓടി, 3000-ലേറെ ആളുകൾ അങ്ങോട്ട് ഓടി. അപ്പോഴുണ്ട് പ്രിയപ്പെട്ടവരെ, അന്ന് ഈ ആളുകൾ അവിടെ ചെല്ലുമ്പോഴുണ്ട്, അവിടെ അപ്പോസ്തലനായ പത്രോസ് എഴുന്നേറ്റ് നിന്ന് ദൈവത്തിൻ്റെ വചനം പറയുകയാണ്. ദൈവവചനം പറയുകയാണ്. പഴയ നിയമത്തിൽ യോവേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്ന് ഉദ്ധരിച്ചുകൊണ്ട് അപ്പോസ്തലനായ പത്രോസ് ദൈവത്തിൻ്റെ വചനം പറയുകയാണ്. അന്ത്യകാലത്ത് ഞാൻ സകല ജഡത്തിന്മേലും എൻ്റെ ആത്മാവിനെ പകരുമെന്ന് യോവേൽ പ്രവചനത്തിലുള്ള വാക്യം ഉദ്ധരിച്ചുകൊണ്ട് ആ വേദഭാഗം അത് ഉയർത്തിക്കൊണ്ട് അപ്പോസ്തലൻ പറയുകയാണ്. അപ്പോസ്തലനായ പത്രോസ് 11 എഴുന്നേറ്റ് നിന്നു എന്നാണ് നാം വായിക്കുന്നത്. ഇങ്ങനെ പറഞ്ഞു. ആ പറഞ്ഞ് പ്രസംഗം ഏതാനും വാക്യങ്ങളെ ഉണ്ടായുള്ളൂ. ദീർഘമായ പ്രസംഗമായിരുന്നില്ല, വലിയ നീണ്ട പ്രസംഗമായിരുന്നില്ല. പുറമേ നോക്കിയാൽ ആ പ്രസംഗത്തിന് വലിയ കൊഴുപ്പോ മെഴുപ്പോ ഉണ്ടായിരുന്നില്ല. വലിയ പാണ്ഡിത്യ പ്രകർഷമോ വേദശാസ്ത്ര പാരംഗതമായ ഏതെങ്കിലും വലിയ അനുഭൂതിപ്രദമായ വലിയ നിഷ്കർഷയോ അതിനകത്ത് കാണാൻ പറ്റുകയില്ല. എന്നാൽ ആ പ്രസംഗത്തിൽ 3 കാര്യം പറഞ്ഞു. നിങ്ങൾ നസ്രായനായ യേശുവിനെ ക്രൂശിച്ചു, ദൈവമോ അവനെ ഉയർത്തെഴുന്നേൽപ്പിച്ചു, ഞങ്ങൾ അതിന് സാക്ഷികൾ. പ്രസംഗം ഇത്രയേ ഉള്ളൂ. 3 കാര്യം. നിങ്ങൾ നസ്രായനായ യേശുവിനെ ക്രൂശിച്ചു, ദൈവം അവനെ ഉയർത്തെഴുന്നേൽപ്പിച്ചു, ഞങ്ങൾ അതിന് സാക്ഷികൾ. ഈ 3 കാര്യം അത് മാത്രം ചുരുക്കമായി പറഞ്ഞു കഴിഞ്ഞു. പത്രോസ് ലീഹ ഇരുന്നില്ല. ഇതാ ജനത്തിൽ ഒരു മർമ്മര ശബ്ദം. ജനം ഏങ്ങലടിച്ചു. അവർ പറയുകയാണ്, സഹോദരന്മാരായ പുരുഷന്മാരെ, ഞങ്ങൾ എന്തു ചെയ്യേണ്ടു? എങ്ങനെ ഞങ്ങളുടെ പാപം മാറും? യേശുവിനെ ക്രൂശിച്ച പാപം എങ്ങനെ മാറും? ഞങ്ങളുടെ പാപം ഞങ്ങളെ വേട്ടയാടുന്നു, അത് ഞങ്ങളെ എങ്ങനെ വിട്ടുമാറും? ദൈവജനമേ, ഈ സമയത്ത് ഞാൻ വളരെ എളിമയോടെ നിങ്ങളെ അറിയിക്കട്ടെ. എൻ്റെ പാപം എങ്ങനെ മാറുമെന്ന് ചിന്തിക്കാൻ നിങ്ങൾക്ക് തോന്നുന്നു എങ്കിൽ പാപത്തിന് പരിഹാരമുണ്ട്, പാപത്തിന് മോചനമുണ്ട്. പാപത്തിൽ നിന്ന് നിങ്ങൾക്കൊരു ഉദ്ധാരണം ലഭിക്കും. ഓർക്കൂ, പാപത്തിൽ നിന്ന് മോചനം തരാൻ യേശു ക്രിസ്തു ജീവിക്കുന്നുണ്ട്. ഇതാ ഈ തിരുവചനം തന്നെ പറയും, തങ്ങൾ കുത്തിയിട്ടുള്ളവെങ്കിലേക്ക് അവർ നോക്കും,
തങ്ങൾ കുത്തിയിട്ടുള്ളവങ്കിലേക്ക്, തങ്ങൾ ക്രൂശിച്ചവനിലേക്ക് നോക്കുമ്പോൾ ഇതാ മാലിന്യത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി ഒരു ഉറവ തുറക്കുന്നത് വെളിപ്പെടും. അതാണ് സഖരിയ പ്രവചനത്തിൽ നാം കാണുന്നത്. സഖരിയാവിൻ്റെ പ്രവചനം 12-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യം അങ്ങനെയാണ്: ഞാൻ ദാവീദ് ഗൃഹത്തിന്മേലും യെരൂശലേം നിവാസികളുടെ മേലും കൃപയുടെയും യാചനകളുടെയും ആത്മാവിനെ പകരും. തങ്ങൾ കുത്തിയിട്ടുള്ളവങ്കിലേക്ക് അവർ നോക്കും. ഏകജാതിനെ കുറിച്ച് വിലപിക്കുന്നത് പോലെ അവർ അവനെക്കുറിച്ച് വിലപിക്കും. ആദ്യാതിനെക്കുറിച്ച് വ്യസനിക്കുന്നത് പോലെ അവർ അവനെക്കുറിച്ച് വ്യസനിക്കും. കുത്തിയിട്ടുള്ളവങ്കിലേക്ക് അവർ നോക്കും. ദൈവജനമേ, നിങ്ങൾ ക്രൂശിച്ച യേശുവിങ്കിലേക്ക് നിങ്ങൾ പ്രത്യാശയോടെ ഇപ്പോഴും നോക്കുമോ? വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നതിനുമായ യേശുവിങ്കിലേക്ക് നിങ്ങൾ നോക്കുമോ? നിങ്ങളെ കടിച്ച തീപ്പാമ്പ് എവിടെയാണ് കടിച്ചതെന്ന് നോക്കണ്ട. ആ തീപ്പാമ്പ് എങ്ങോട്ടാണ് പോയതെന്ന് നോക്കണ്ട. പിന്നെ ആരെയെല്ലാം കടിച്ചുവെന്ന് നിങ്ങളിപ്പോൾ നോക്കണ്ട. നിങ്ങളെ കടിച്ച ആ തീപ്പാമ്പ് അല്ലെങ്കിൽ അഗ്നിസർപ്പം ആ മരുഭൂമിയിൽ കൂടി പോയ ജനത്തെ അന്ന് ആക്രമിച്ച ആ വലിയ ഘോരബാധയായ അഗ്നിസർപ്പം എവിടെ കടിച്ചുവെന്നോ, കടിച്ച കോൾവായ എങ്ങനെ ഇരിക്കുന്നുവെന്നോ, വിഷം എത്ര കണ്ട് കയറിയെന്നോ ഒന്നും നിങ്ങൾ പരിശോധിക്കേണ്ട. നിങ്ങൾ ഒന്ന് മാത്രം ചെയ്താൽ മതി. അവിടെ ഒരു പിച്ചള പാമ്പിനെ നാട്ടിയിട്ടുണ്ട്. അവിടെ പാളയത്തിന് നടുക്ക് ഒരു താമ്ര സർപ്പത്തെ ഉയർത്തിയിട്ടുണ്ട്, പിച്ചള സർപ്പത്തെ ഉയർത്തിയിട്ടുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 14-ാം വാക്യത്തിൽ പറയുന്നത് പോലെ മോശ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയതുപോലെ മനുഷ്യപുത്രനെ ഉയർത്തേണ്ടതാകുന്നു. മോശ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയതുപോലെ മനുഷ്യപുത്രനെയും ഉയർത്തേണ്ടതാകുന്നു. അവനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് തന്നെ. നൂറ്റാണ്ടുകൾക്ക് മുൻപ് അഗ്നിസർപ്പത്തിൻ്റെ കടിയേറ്റവര് മോചനം പ്രാപിക്കുവാൻ ആ താമ്രസർപ്പത്തിലേക്ക് നോക്കിയാൽ മതിയായിരുന്നു. ഏതാണ് ഈ താമ്രസർപ്പം ദൃഷ്ടാന്തീകരിക്കുന്നത്? കർത്താവായ യേശു ക്രൂശിക്കപ്പെടുന്നതിനെയാണ് താമ്രസർപ്പം നിഴലായി, ഇതാ അല്ലിഗോറിക്കലായി, മെറ്റഫോറിക്കലായി, രൂപകാത്മക ഭാഷയിൽ ആലങ്കാരികമായി നമുക്ക് വിവരിച്ച് തരുന്നത്. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കുരിശ് അവങ്കലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചു പോയതുമില്ല. സഹോദര, നിന്നെ കടിച്ച കോൾവായ എങ്ങനെയുണ്ടെന്ന് നീ നോക്കണ്ട. എത്ര പല്ലേറ്റു എന്ന് നീ നോക്കണ്ട. അഗ്നിസർപ്പത്തിൻ്റെ കടിയേറ്റ ഭാഗം ഏതെന്ന് നീ നോക്കണ്ട. എന്തുമാത്രം വിഷം കയറി കാണും അതൊന്നും നീ പരിശോധിക്കേണ്ട. ഒന്ന് നോക്കിയാൽ മതി. അവിടെ ഇതാ ഒരു പിച്ചള സർപ്പം നാട്ടപ്പെട്ടിരിക്കുന്നു. ഈ പിച്ചള സർപ്പം യേശു ക്രിസ്തുവിൻ്റെ നിഴലാണ്. മരുഭൂമിയിൽ ഉയർത്തപ്പെട്ട പിച്ചള സർപ്പം കർത്താവായ യേശുവിൻ്റെ പ്രതീകമാണ്. നോക്കുക, വിശ്വാസത്തോടെ നോക്കുക. അവനെങ്കിലേക്ക് നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് പ്രകാശം ലഭിക്കും. ദൈവജനമേ, ഇന്ന് ഈ വാക്കുകളെ നിങ്ങൾ കേൾക്കുമ്പോൾ ഗോകുൽത്തായിലെ കുരിശിൽ തൂങ്ങിക്കിടക്കുന്ന ക്രിസ്തുവിനെ നിങ്ങളൊന്ന് കാണുമോ? നിങ്ങൾ കുത്തിയിട്ടുള്ളവെങ്കിലേക്ക് നിങ്ങളൊന്ന് നോക്കുമോ? അപ്പോഴെന്താണ് ഉണ്ടാകുന്നത്? 13-ാം അധ്യായത്തിൻ്റെ ആരംഭത്തിൽ നാം തുടർന്ന് വായിക്കും. ഇതാ ഏകജാതിനെ കുറിച്ച് വിലപിക്കുന്നത് പോലെ അവർ വിലപിക്കുമ്പോൾ, അപ്പോൾ തങ്ങൾ കുത്തിയിട്ടുള്ളവെങ്കിലേക്ക് അവർ നോക്കുമ്പോൾ, ആദ്യജാതിനെ കുറിച്ച് വ്യസനിക്കുന്നത് പോലെ അവർ വ്യസനിക്കുമ്പോൾ. 13-1 അന്നാളിൽ അപ്പോൾ എന്തുണ്ടാകും? അന്നാളിൽ ദാവീദ് ഗ്രഹത്തിനും യെരൂശലേം നിവാസികൾക്കും പാപത്തിൻ്റെയും മാലിന്യത്തിൻ്റെയും പരിഹാരത്തിനായി ഒരു ഉറവ് തുറന്നിരിക്കും. അത് ആനന്ദകരമാണ്, അത് ആശ്വാസകരമാണ്. പാപത്തിൻ്റെയും മാലിന്യത്തിൻ്റെയും പരിഹാരത്തിനായി ഒരു ഉറവ തുറന്നിരിക്കുന്നു. ഈ ഉറവ ഏതാണ്? ഞാൻ വിവരിക്കണമോ? പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്കറിയാമല്ലോ, നിങ്ങൾ വേദപുസ്തകം വായിച്ചിട്ടുള്ളവരല്ലേ, നിങ്ങൾക്കറിയാമല്ലോ ഈ ഉറവ ഏതാണ്. പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി തുറക്കപ്പെട്ട ഉറവ, പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി, മാലിന്യത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി തുറന്നിരിക്കുന്ന ഈ ഉറവ ഏതാണ്? കർത്താവായ യേശുവിൻ്റെ തിരുവിലാവാണ്. ആ വിലാവ് കുത്തി തുളയ്ക്കപ്പെട്ടിരിക്കുന്നു. അവൻ്റെ തിരുഹൃദയം മുറിഞ്ഞിരിക്കുന്നു. അവൻ്റെ ചങ്കിലേക്ക് കുന്തം കൊണ്ട് കുത്തിയിരിക്കുന്നു. ചോരയും നീരും പൊട്ടി പുറപ്പെടുന്നു. ദൈവജനമേ, ഇത് കേവലം ഒരു പ്രസംഗ വാക്കുകളായിട്ട് നിങ്ങളുടെ ഹൃദയത്തിൽ തങ്ങിയാൽ പോരാ. എന്നാലോ ഇത് സജീവമായ ഒരു അനുഭൂതിയായി നിങ്ങൾ മാറ്റിയെടുക്കണം. നാഥ, ഞാനാണ് നിന്നെ ക്രൂശിച്ചത്. അരുതാത്ത ചിന്തകൾക്ക് ഞാൻ ഇടം കൊടുത്തപ്പോൾ നിന്റെ ശിരസിൽ ഞാൻ മുൾമുടി വെച്ചു. അരുതാത്ത കാര്യം കാണാൻ എൻ്റെ കണ്ണ് ഉഴറിയപ്പോൾ നിന്റെ മുഖത്തേക്ക് ഞാൻ തുപ്പി. അരുതാത്ത വാക്ക് പറയാൻ എൻ്റെ നാവ് ഞാൻ വിട്ടുകൊടുത്തപ്പോൾ, അരുതാത്തത് കുടിക്കാൻ എൻ്റെ വായ് ഞാൻ വിട്ടുകൊടുത്തപ്പോൾ, ഞാൻ നിന്റെ കന്നെ തടിക്കുകയും ഞാൻ നിന്റെ മുഖത്ത് തുപ്പുകയും ചെയ്തു പോയി. അരുതാത്ത പ്രവൃത്തി ഞാൻ ചെയ്തപ്പോൾ ഞാനാണ് നാഥ നിന്റെ കൈകളിൽ ആണിയടിച്ചത്. അരുതാത്ത മോഹത്തിനും ആഗ്രഹത്തിനും എൻ്റെ ഹൃദയത്തിൽ ഞാൻ ഇടം കൊടുത്തപ്പോൾ നാഥ നിന്റെ ചങ്കിലേക്ക് ഞാൻ കുത്തിപ്പോയി. എൻ്റെ ദൈവമേ, വൈരാഗ്യവും പകയും വിദ്വേഷവും മുഷിച്ചിലും ഇഷ്ടക്കേടും പകയും
വിദ്വേഷവും പ്രതികാര ചിന്തയും എൻ്റെ ഹൃദയത്തിൽ കുമിഞ്ഞപ്പോൾ ഞാൻ നിന്റെ ചങ്കിലേക്ക് കുന്തം കൊണ്ട് കുത്തിപ്പോയി. എൻ്റെ ദൈവമേ, എൻ്റെ കാല് അരുതാത്ത വഴിക്ക് നീങ്ങിയപ്പോൾ നാഥ നിന്റെ കാലിൽ ഞാൻ ആണിയടിച്ചു പോയി. എൻ്റെ ദൈവമേ, ഞാൻ അരുതാത്തത് ചുംബിച്ചപ്പോൾ നിന്റെ മുഖത്ത് ഞാൻ തുപ്പിപ്പോയി. എൻ്റെ ദൈവമേ, എൻ്റെ ഈ ത്വക്കിൽ മുഴുവൻ മാലിന്യം, എൻ്റെ ശരീരത്തിൽ മുഴുവൻ മാലിന്യം, എൻ്റെ മനസ്സിൽ മുഴുവൻ മാലിന്യം, എല്ലായിടത്തും കളങ്കം പറ്റി. എനിക്ക് ന്യായം പറയാൻ ഒന്നുമില്ല, എനിക്ക് അഭിമാനിക്കാൻ ഒന്നുമില്ല. സകലത്തിലും പാപം വന്നു. ഞാനാണ് നിന്നെ ക്രൂശിച്ചത്. കുത്തിയിട്ടുള്ളവങ്കിലേക്ക് നിങ്ങൾ നോക്കുമോ പ്രിയരെ? കുത്തിയിട്ടുള്ളവങ്കിലേക്ക് നിങ്ങൾ നോക്കുമോ? വിശ്വാസത്തിന് നായകനെ പൂർത്തി വരുത്തുന്ന യേശുവിനെ നോക്കുമോ? Be sure your sin will find you out. നിശ്ചയമായി നിന്റെ പാപം നിന്നെ കണ്ടെത്തും. As you sow, so you reap. നീ വിതയ്ക്കുന്നത് നീ കൊയ്യും. വിതച്ചാൽ അത് തന്നെ കൊയ്യും. വിതച്ചാൽ അതിലേറെ കൊയ്യും. വിതച്ചാൽ പല നാളുകൾക്ക് ശേഷം കൊയ്യും. എന്നാൽ പാപം നിന്നെ കണ്ടെത്തുന്നതിന് മുൻപ് നീ കുത്തിയിട്ടുള്ളവങ്കിലേക്ക് നോക്കുവീൻ. പാപത്തിൻ്റെയും മാലിന്യത്തിൻ്റെയും പരിഹാരത്തിനായി തുറന്നിരിക്കുന്ന ഉറവിലേക്ക് നോക്കുവീൻ. അവൻ്റെ ഉറവ് ഇന്നും സജീവമായി ഒഴുകിക്കൊണ്ടേയിരിക്കുന്നു. ആ ചോരയും നീരും ഇന്ന് ഗോകുൽത്തായിൽ നിന്നൊഴുകിയത് ദൈവവേദിലെ നീ ഇരിക്കുന്നിടത്ത് നിൻ്റെ അരികിലേക്ക് ഒഴുകി വരുന്നുണ്ട്. ഇത് വെറും സാങ്കല്പികമായ ഒരു ഭാവനയല്ല, ഇത് വെറും സാങ്കല്പികമായ ഒരു തോന്നലല്ല. എന്നാൽ പ്രിയപ്പെട്ടവരെ, ഒരു വലിയ യാഥാർത്ഥ്യം, ആ ഗോകുൽത്തായിൽ അവൻ്റെ ചങ്ക് തുറന്നൊഴുകിയ തിരുരക്തം, ഇതാ വാർന്നൊഴുകിയ രക്തം ദൈവവേദിലെ നിൻ്റെ അരികത്തേക്ക് നിന്നെ കഴുകാനിപ്പോൾ വരുന്നുണ്ട്. ഒന്ന് മാത്രം അവനൊന്നേ പറയുന്നുള്ളൂ, പോക, ഇനി പാപം ചെയ്യരുത്. പോക, ഇനി പാപം ചെയ്യരുത്. ഒന്നേ അവൻ പറയുന്നുള്ളൂ, കഴിഞ്ഞതെല്ലാം പൊറുക്കാം, കഴിഞ്ഞതെല്ലാം ക്ഷമിക്കാം. സകല ജീവിത ബാധകളും മാറ്റി, സകല ജീവിത പാതകളും മാറ്റി, സകല ജീവിത ദോഷങ്ങളും മാറ്റി, സകല മാലിന്യങ്ങളും കഴുകി ഇന്ന് ഞാൻ നിന്നെ വിശുദ്ധനാക്കാം. മകനെ, നിന്റെ ഹൃദയം എനിക്ക് തരിക. മകളെ, നിന്റെ ഹൃദയം എനിക്ക് തരിക. പോക, ഇനി പാപം ചെയ്യരുത് എന്ന് പറയുന്ന ക്രിസ്തുവിന്റെ ആണിപ്പാടുള്ള കരങ്ങളിലേക്ക് നിങ്ങൾ നിങ്ങളുടെ ജീവിതം വെച്ച് കൊടുക്കുവീൻ. അവൻ ഇതാ കരം നീട്ടി നിൽക്കുന്നു. അവന്റെ തിരുരക്തം ഇതാ നിങ്ങളുടെ അരികത്തേക്ക് ഒഴുകി വരുന്നു. പാപത്തിന്റെയും മാലിന്യത്തിന്റെയും പരിഹാരത്തിനായി തുറന്നിരിക്കുന്ന ഉറവയിൽ നിന്ന് ജീവശക്തി നിങ്ങളിലേക്ക് ഒഴുകുന്നു. ആ തിരുശക്തി നിങ്ങൾ ആമഗ്നം ആസ്വദിക്കുവീൻ, നിങ്ങൾ സ്വീകരിക്കുവീൻ, അവനോട് വാക്ക് പറയുവീൻ. നാഥ, ഇന്നു മുതൽ ഞാൻ നിന്റെ വക. യേശുവേ, നീ എനിക്ക് വേണ്ടി മരിച്ചതിനാൽ ഇന്നു മുതൽ ഞാൻ നിനക്കായി ജീവിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. അൻപുള്ള പിതാവേ, വാത്സല്യനിധിയായ സ്വർഗീയ പിതാവേ, ഈ നല്ല സന്ദർഭത്തിനായി സ്തോത്രം. ജീവന്റെ അരുളപ്പാടുകൾക്കായി സ്തോത്രം. സ്നേഹത്തിൻ്റെ ദൂതുകൾക്കായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ സജീവ സാന്നിധ്യം ഞങ്ങൾക്ക് തന്നതിനായി സ്തോത്രം. ഉടയവനെ, ഈ മഹാസ്നേഹത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. എല്ലാവരെയും കഴുകണമേ, എല്ലാവരെയും തലോടണമേ, എല്ലാവരെയും കഴുകണമേ. ഈ വാക്കുകളെ കേട്ട് ഓരോരുത്തരുടെ മേലോടുത്ത പരിശുദ്ധാത്മാവിനെ പകരണമേ. ഓരോരുത്തരുടെ നെറ്റിയിലോടുത്ത് തിരുരക്തം പുരട്ടണമേ. ഓരോരുത്തരുടെ മേലും തിരുരക്തം കൊണ്ട് കുരിശടയാളം ഇടണമേ. യേശുവേ, തിരുരക്തത്തിന്റെ മുദ്ര അണിയിച്ച് സമാധാനത്തിന്റെ വക്താക്കളാകാൻ ഏവരെയും എഴുന്നേൽപ്പിക്കണമേ. അത്ഭുത കൃപകൾ പകരണമേ. എല്ലാവരെയും വാഴ്ത്തണമേ. രോഗബാധകൾ നീക്കണമേ. പാപബന്ധങ്ങൾ അഴിക്കണമേ. പുതുജീവിതത്തിന്റെ താരം തളിരുമണിയുവാനുള്ള മഹാസൗഭാഗ്യ സമ്പത്ത് നൽകണമേ. എല്ലാവരെയും അനുഗ്രഹിക്കണമേ. യേശുക്രിസ്തുവിന്റെ രാജകീയ നാമത്തിൽ തന്നെ. ആമീൻ. ഹല്ലേലൂയ.